ഹലോ കൂട്ടുകാരെ, ഞാനാണ് കെ. എനിക്ക് കഥകൾ പറയാൻ ഒരുപാട് ഇഷ്ടമാണ്. ഇന്ന് നമുക്കൊരു കഥ കേട്ടാലോ? ഞാൻ പറയുന്ന കഥ കൂട്ടുകാരെല്ലാവരും വളരെ ശ്രദ്ധയോടെ കേൾക്കണം. കഥയുടെ അവസാനം എന്താണ് മനസ്സിലായതെന്ന് ഗുണപാഠത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം. ഇന്നത്തെ കഥയുടെ പേരാണ് തക്കുടുമുയിലും ബുദ്ധിമാനായ ആമയും. ഈ കഥ നടക്കുന്നത് ഒരു കാട്ടിൽ വെച്ചിട്ടാണ്. നമുക്ക് ആ കാട്ടിൽ എന്തൊക്കെ സംഭവങ്ങളാണ് നടന്നത് എന്നും ആ കഥയിൽ ആരൊക്കെയാണ് ഉള്ളത് എന്നും എല്ലാം നമുക്ക് പരിചയപ്പെടാം. കൂട്ടുകാരെല്ലാവരും തയ്യാറല്ലേ? എന്നാൽ നമുക്ക് കഥയിലേക്ക് കടക്കാം. ഈ കഥ നടക്കുന്നത് ഒരു വലിയ കാട്ടിലാണ്. ഈ കാട്ടിലെ ഒരു കുറുമ്പൻ ഒരു മുയലുണ്ടായിരുന്നു. ഈ കുറുമ്പൻ മുയലിൻ്റെ കഥയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഈ മുയലിൻ്റെ പേരാണ് തക്കുടു. തക്കുടുവിന് നല്ല വേഗത്തിൽ ഓടാൻ കഴിയുമെന്ന കാര്യത്തിൽ അവന് വളരെ വലിയ അഹങ്കാരമായിരുന്നു. വഴിയിൽ കാണുന്ന മൃഗങ്ങളെയെല്ലാം അവൻ ഓട്ട മത്സരത്തിന് വിളിച്ച് പരിഹസിക്കുമായിരുന്നു. ഒരു ദിവസം തക്കുടു വഴിയിലൂടെ സാവധാനം നടന്നു പോകുന്ന ഒരു പ്രായമുള്ള ആമയെ കണ്ടു. അവൻ ആമയെ നോക്കി ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഹേ കൂട്ടുകാരാ, നീ ഇങ്ങനെ ഉറുമ്പ് നടക്കുന്നത് പോലെ നടന്നാൽ എപ്പോഴാണ് വീട്ടിലെത്തുക? നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്നോടൊപ്പം ഒരു ഓട്ട മത്സരത്തിന് വരുന്നോ? ആമ ശാന്തമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ശരി തക്കുടു, നാളെ രാവിലെ നമുക്ക് ആ മലമുകളിലേക്ക് ഒരു മത്സരം വെക്കാം. ആരാദ്യം അവിടെ എത്തുന്നോ അവരാണ് വിജയി. അടുത്ത ദിവസം രാവിലെ ഓട്ട മത്സരത്തിനായി കാട്ടിലെ എല്ലാ മൃഗങ്ങളും ഒത്തുകൂടി. ആ മത്സരം ആരംഭിച്ചതും തക്കുടുമുയൽ കാറ്റുപോലെ മുന്നോട്ടേക്ക് കുതിച്ചു പാഞ്ഞു. ആമയാകട്ടെ തൻ്റെ പതിവ് ശൈലിയിൽ സാവധാനം നടക്കാൻ തുടങ്ങി. പകുതി ദൂരം പിന്നിട്ടപ്പോൾ തക്കുടു പുറകോട്ട് തിരിഞ്ഞു നോക്കി. ആമയെ എവിടെയും കാണാനില്ല. അവൻ ചിന്തിച്ചു, ആ മടിയൻ ആമ ഇങ്ങനെ ഇവിടെ എത്താൻ മണിക്കൂറുകളെടുക്കും. അതുവരെ ഈ വലിയ മരത്തണലിൽ കുറച്ചു നേരം ഇരുന്ന് ഒന്ന് ഉറങ്ങാം. മരച്ചുവട്ടിലെ തണുത്ത കാറ്റേറ്റ് തക്കുടു പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി. എന്നാൽ ആമ ഒട്ടും വിശ്രമിക്കാതെ തൻ്റെ ലക്ഷ്യത്തിലേക്ക് സാവധാനം അടിവെച്ച് മുന്നോട്ടേക്ക് നടന്നുകൊണ്ടേയിരുന്നു. അത് ഉറങ്ങിക്കിടന്ന മുയലിനെ മറികടന്ന് മലമുകളിലേക്ക് നടന്നു നീങ്ങി. കുറേ സമയം കഴിഞ്ഞ് ഞെട്ടി ഉണർന്ന തക്കുടു ചുറ്റും നോക്കി. സമയം ഒരുപാട് വൈകിയിരുന്നു. അവൻ മലമുകളിലേക്ക് ജീവനും കൊണ്ടോടി. എന്നാൽ അവൻ അവിടെ എത്തിയപ്പോൾ കണ്ടത് മൃഗങ്ങളെല്ലാം ചേർന്ന് ആമയുടെ വിജയം ആഘോഷിക്കുന്നതാണ്. തൻ്റെ അഹങ്കാരവും അലസതയും കൊണ്ടാണ് തനിക്ക് ഈ വിജയം നഷ്ടപ്പെട്ടതെന്ന് തക്കുടുവിന് മനസ്സിലായി. അവൻ തല താഴ്ത്തി ആമയോട് മാപ്പ് പറഞ്ഞു. കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവരും കഥ ഇഷ്ടമായോ? ഈ കഥയിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? ഇന്നത്തെ ഗുണപാഠം: അഹങ്കാരവും അലസതയും നമ്മെ പരാജയപ്പെടുത്തും. എന്നാൽ കഠിനാധ്വാനവും സ്ഥിരതയും ഉണ്ടെങ്കിൽ എത്ര വലിയ ലക്ഷ്യവും നമുക്ക് നേടിയെടുക്കാം. അപ്പം കൂട്ടുകാർ ഈ കഥ മനസ്സിലാക്കി ഗുണപാഠവും പഠിച്ചു അല്ലേ? ഈ ഗുണപാഠം എപ്പോഴും ഓർത്ത് വയ്ക്കുക. ജീവിതത്തിൽ നമുക്ക് ഇത് സഹായകരമാകും. ഇന്നത്തെ കഥ ഇവിടെ അവസാനിച്ചു. ഇനി മറ്റൊരു ദിവസം ഞാൻ മറ്റൊരു കഥയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ഒരു ശുഭദിവസം ആശംസിക്കുന്നു.